നമസ്കാരം. 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ മാത്യു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് 1-2 മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ചിരുന്ന ഒരു സീരീസ് ഉണ്ടായിരുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് ഫ്രോഡ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സീരീസിൻ്റെ 4ാമത്തെ ഭാഗമാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് നമ്മൾ മുമ്പ് പ്രതിപാദിച്ചിരുന്ന കാര്യത്തിൻ്റെ തന്നെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാവും പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അവരവരുടെ പ്രോഫിറ്റും ലോസും ഒക്കെ അവർ P&L സ്റ്റേറ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ലോസ്, ലൈവ് ട്രേഡിങ് ഇതൊക്കെ നമ്മൾ ദിവസത്തിൻ്റെ അവസാനമൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാനും ഒക്കെ വേണ്ടി സഹായിക്കുന്ന ഒരു ആപ്പ്, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ ഒരു ചെറിയൊരു കഥകൾ പറയുകയാണെങ്കിൽ, സാധാരണ എപ്പോഴും സംഭവിക്കുന്ന പോലെ തന്നെ ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഉത്തരേന്ത്യയിൽ നിന്നും ഒരു കോൾ ഒരു ദിവസം നമ്മുടെ ഓഫീസിൽ ലഭിക്കുന്നു. ഈ പറഞ്ഞതുപോലെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനും പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് അതായത് ഫിൻഫ്ലുവൻസേഴ്സിനും ഉപകാരപ്രദമായിട്ടുള്ള പല സോഫ്റ്റ്വെയർ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് വേണം, ഒന്ന് ഫോൺ വിളിക്കാനെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ വളരെ മാന്യമായ രീതിയിലൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും നല്ല രീതിയിലുള്ളതായിരിക്കുമെന്ന് കരുതി വിളിച്ചോളാൻ പറയുന്നു. അപ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞിട്ട് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. നിങ്ങളൊരു ഫിൻഫ്ലുവൻസർ ആയതുകൊണ്ട്, നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. മറ്റൊന്നുമല്ല, അത് ZERODAയുടെ ക്ലോൺ ആപ്പാണ്. അപ്പോൾ ക്ലോൺ ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ZERODA പോലെ തന്നെയുള്ളൊരു ആപ്ലിക്കേഷനാണ്, ആപ്പ് തന്നെയാണത്. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ പറഞ്ഞതുപോലെ വാല്യൂസ് കൊടുക്കാൻ കഴിയും. അതായത് ഇപ്പം 80 ലക്ഷം രൂപ ലാഭമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് ചേർക്കാൻ കഴിയും ഇതുപോലെ. അപ്പം ഇതിൻ്റെ അകത്ത് കാണുന്ന പോലെ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇനിയിപ്പോൾ ലോസ് വേണമെങ്കിൽ മൈനസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിനകത്ത് ഡേറ്റയൊക്കെ വാരി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലോൺ ആപ്പ്, അപ്പോൾ ഇതിനകത്ത് മുഴുവനായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏത് വേണം ഇൻസ്ട്രുമെൻറ്റ്, ഏത് ഓപ്ഷനാണ് അല്ലെങ്കിൽ ഇക്വിറ്റിയാണ്, അതെല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാൻ കഴിയും. അതിനനുസരിച്ച് പ്രൈസ് വാരി ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ ബേസിക് മോഡൽ. അപ്പോൾ ഇതിനകത്തൊരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡേറ്റ് ഒക്കെ ചോദിച്ചു. നമ്മൾ ഫുൾ ഡെമോ കാണിച്ചു തരാം, ഒരു ഡേറ്റ് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ഡേറ്റ് കൊടുത്തു. അപ്പോൾ ഡെമോ ഒന്ന് കാണിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പല പല വേരിയൻസ് ആണുള്ളത്. ഒന്നാകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് അതിന് കുറച്ച് പണമേ ഉള്ളൂ, ഏതാണ്ട് ഒരു 1000 രൂപ 2000 രൂപ ആ ഒരു രീതിയിലൊക്കെ ഉള്ളൂ. അതിനകത്ത് നമുക്ക് പ്രോഫിറ്റും ലോസും ഈ പറഞ്ഞതുപോലെ ഇട്ട് കൊടുക്കാം. ലോസായിട്ട് നമുക്ക് കാണിക്കണമെങ്കിൽ മൈനസ് മാത്രം മതി. അപ്പോൾ പ്രോഫിറ്റ് വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ മൈനസ് ഇല്ലാണ്ട് പോസിറ്റീവായിട്ട് മാത്രം കൊടുക്കുക. അപ്പോൾ അത്രയും പ്രോഫിറ്റ് ഈ പറയുന്ന പോലെ കാണുന്ന പോലെ ഇവിടെ നിലനിൽക്കും. 24,000 25,000 എന്ന് പറഞ്ഞ പോലെ നിലനിൽക്കും. ഇനിയിപ്പം അടുത്തൊരു വേരിയൻറ്റ്, അതിൻ്റെ ഹയർ മോഡ്യൂൾ എന്ന് പറയുന്നത്, നമുക്കിതിനകത്ത് പ്രൈസ് വേരിയേഷൻ ഏത് രീതിയിൽ വേണമെന്നുള്ളത് കൂടി നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാൻ കഴിയും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ റിലയൻസിൻ്റെ ഫ്യൂച്ചേഴ്സാണ് എടുക്കുന്നതെങ്കിൽ, ഈ റിലയൻസിൻ്റെ ഫ്യൂച്ചേഴ്സിൻ്റെ അകത്ത് നിങ്ങൾക്കിപ്പം ട്രേഡ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് 5 ലക്ഷം രൂപ ലാഭത്തിൽ വേണമെങ്കിൽ പ്രോഫിറ്റ്, മാക്സിമം പ്രോഫിറ്റ് നമുക്ക് അവിടെ 5 lakhs എന്ന് പറഞ്ഞ് കൊടുക്കാൻ കഴിയും. അതായിരിക്കും എൻഡ് പ്രോഫിറ്റ്. പക്ഷേ ഇതിനകത്ത് ഡേയ്സ് ഹൈയും ലോയും കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടി നിലനിൽക്കുന്നു. അതായത് നമ്മൾ റിലയൻസിൻ്റെ അന്നത്തെ ഇൻട്രാഡേ ലോ, ഏതെങ്കിലും ഒരു റിലയൻസിൻ്റെ ഓപ്ഷൻ ആണെങ്കിൽ ഇൻട്രാഡേ ലോ 5 രൂപ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, ഹൈ എന്ന് പറയുന്നത് 45 രൂപ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ശരിക്കുള്ള മാർക്കറ്റിൻ്റെ അകത്ത് പ്രൈസ് വാരി ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു റേഞ്ചിൽ കിടന്ന് വാരി ചെയ്യും. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതെടുത്ത് ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ നിങ്ങൾ ഇതെടുത്തിട്ട് യൂട്യൂബിൻ്റെ അകത്തൊക്കെ ഇട്ട് കാണിക്കുമ്പം ചിലരൊക്കെ വളരെ ദോഷെതിർക്കുകളായിട്ടുള്ള ചിലരൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ പ്രൈസൊന്നും ആ ദിവസത്തെ ഇതിൻ്റെ വാല്യൂന് വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പം ഇഷ്യൂസൊക്കെ ഉണ്ടാക്കും. ഇതാകുമ്പോൾ ആ പ്രശ്നമില്ല. ദിവസം കഴിഞ്ഞതിന് ശേഷം 5 ലക്ഷം രൂപ പ്രോഫിറ്റ് എന്ന് പറയാം. അതിൻ്റെ ആ ഒരു ഓപ്ഷൻ്റെ അതിൻ്റെ ഇൻട്രാഡേ ഹൈയും ലോയും എടുത്ത് അങ്ങോട്ട് കൊടുത്ത് ഇതനുസരിച്ച് വാരി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ കാണുമ്പോൾ ആക്ച്വലി അതേപോലെ തന്നെ ഉണ്ടാവും. അതാണ് വേറൊരു ഹയർ വേർഷനുള്ളത്. മറ്റൊരു വേർഷനുള്ളത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളത്, അതായത് ആപ്പ് പ്ലസ് വെബ് വേർഷൻ. ZERODAയുടെ വെബ് വേർഷൻ പോലെ തന്നെ ഉണ്ടാവും. അപ്പം വെബിനകത്തുള്ളതും നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കാൻ കഴിയും. അതിൻ്റെ അകത്തും ഈ 2 ഓപ്ഷനും ഉണ്ട്. അപ്പം ഈ പറഞ്ഞ 2ാമത്തെയും 3ാമത്തെയൊക്കെ ഓപ്ഷൻസ് ഹയർ വേരിയൻസ് ആണ്, ഹയർ പ്രോഡക്ട്സ് ആണ്. അതിനൊക്കെ ഏകദേശം 50,000 രൂപ 60,000 രൂപ അതുപോലെയൊക്കെ ഉള്ളതുകൊണ്ട്. കൂടാതെ രസകരമായിട്ടുള്ളൊരു കാര്യം, അതിൻ്റെ കൂടുതൽ മറ്റൊരു ഓഫർ കൂടി പറഞ്ഞു. അതായത് ഇൻഫ്ലുവൻസേഴ്സ് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു റെഫറൽ പാർട്ട്നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. 70% പ്രോഫിറ്റ് ഷെയർ ചെയ്യും. അതായത് ഞാനൊരു ഹയർ എൻഡ് ഇത് 50,000 രൂപയുടേത് മറ്റൊരു ഇൻഫ്ലുവൻസറെ ഞാനിത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 50,000 രൂപയിൽ 35,000 രൂപ എനിക്ക് ലഭിക്കും. ഏകദേശം 70% എനിക്ക് ലഭിക്കും. അപ്പം ഒരു റെഫറൽ മോഡലായിട്ട്. അപ്പോൾ ഇതേപോലെ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പറഞ്ഞു വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ പലപ്പോഴും പലരുടെയും എക്സ്പീരിയൻസിനകത്ത് കണ്ടിട്ടുള്ളൊരു കാര്യം, നിങ്ങളൊരു ടിപ്സ് പ്രൊവൈഡറൊക്കെ
ഈ പറഞ്ഞ പോലെ യൂട്യൂബൊക്കെ കണ്ടിട്ട് ടിപ്സ് കൊടുക്കുന്നുണ്ടോ, ഇൻട്രാഡേ ട്രിപ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്ന പലരും ഉണ്ട്. സ്വിംഗ് ട്രിപ്സ് ഉണ്ടോ, ഇൻട്രാഡേ ടിപ്സ് ഉണ്ടോ, ഓപ്ഷൻ്റെ ടിപ്സ് ഉണ്ടോ, ഫ്യൂച്ചേഴ്സിൻ്റെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ പലരും ചെന്നിട്ട് നോക്കുന്നൊരു കാര്യം, യൂട്യൂബിൻ്റെ അകത്താണെങ്കിലും 8 ലക്ഷം രൂപ 10 ലക്ഷം രൂപ പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ദിവസം പോസ്റ്റ് ചെയ്യുന്നവർ അവരുടെ ടെലഗ്രാം ചാനൽ ചെന്ന് ചാടുന്നു. അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ആയിരങ്ങളോ ഒക്കെ കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നു. എന്നിട്ട് അവസാനം ഓൾമോസ്റ്റ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ക്യാപിറ്റലൊക്കെ ഇല്ലാണ്ടായോ അല്ലെങ്കിൽ പകുതിയായി കഴിയുമ്പോഴാണ് അവർ ഇതൊന്നും നടക്കാത്ത കാര്യമാണെന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെ വരുന്നത്. അപ്പോഴാണ് പലരും പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി തന്നെ വിചാരിക്കുന്നത്. അപ്പോഴാണ് ആ ഒരു സമയത്താണ് ഏകദേശം ക്യാപിറ്റൽ പകുതി ആകുമ്പോഴാണ് ചിലരെല്ലാം ATM എന്താണ് ITM എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി പോലും പോകുന്നത്. ഓപ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓപ്ഷൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്, എവിടെ നിന്നാണ് ഒരു പ്രൈസ് ഡിസ്കവറി വരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയുന്നത് പോലും ഇതുപോലെ ക്യാപിറ്റൽ പകുതിയായി കഴിഞ്ഞതിന് ശേഷമാണ്. ഇതേപോലുള്ള പല കള്ളനാണയങ്ങളുടെ ഇടയിലും കെണികളിലും പെട്ടുകഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അവസാനമായി പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള കെട്ടുകാഴ്ചകളും ഒന്നും കണ്ടിട്ട് നിങ്ങളാരും അതിനകത്ത് ചെന്ന് വീഴരുത്. നമുക്ക് ഏറ്റവും, ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ, നിങ്ങളുടെ ക്യാപിറ്റൽ ഒരു ട്രേഡ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് വളരെ ലളിതമായിട്ടുള്ളൊരു മാർഗ്ഗമേ ഉള്ളൂ. നിങ്ങൾ തന്നെ ഒരു നല്ല ട്രേഡറാകാൻ നിങ്ങൾ തന്നെ സമയവും പണവും ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. അല്ലാതെ അതിന് വേറെ ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. അതിന് സമയമെടുക്കും, സമയം പണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും മുടക്കാൻ തയ്യാറുള്ളവർക്കും കഷ്ടപ്പെടാൻ തയ്യാറുള്ളവർക്കും മാത്രമേ എല്ലാ തൊഴിലും പോലെ തന്നെ ഒരു ട്രേഡറായിട്ടും ഒരു തൊഴിൽ ചെയ്യാൻ കഴിയും. അതിന് ഷോർട്ട് കട്ട് മെത്തേഡൊന്നുമില്ല. ആരെങ്കിലും തരുന്നത് വാങ്ങിച്ച് ഞാൻ അതേപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കോടികൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ലളിതമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളും ഈ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞത് നമുക്ക് വീഡിയോ ലൈവായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള AI ട്രിക്സ് ഒക്കെ ഉണ്ടെന്നാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതിനേക്കാളും വളരെ ലളിതമായിട്ടുള്ള സോഫ്റ്റ്വെയർസൊക്കെ ഇവിടെയുണ്ട്. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ കേട്ടിട്ടുണ്ട് പലരും പറയുന്നത്, പല ടിപ്സൊക്കെ കൊടുക്കുന്നവരടുത്ത് നിങ്ങളുടെ PNL കാണിക്കൂ എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ PNL ചോദിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഈ PNLോ അല്ലെങ്കിൽ ഡെയിലി ട്രേഡ് ഉൾപ്പെടെ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഉദ്ദേശിക്കുന്ന പോലെ നടക്കും. ആത്യന്തികമായി നിങ്ങളുടെ അറിവുകളാണ് മുഖ്യം. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.